ഹായ് ഹലോ സി എ ഫൈനൽ ആസ്പിരൻസ്. അപ്പോൾ നമ്മളുടെ സി എ ഫൈനൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സെപ്റ്റംബർ 2025 ചോദിച്ച കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് പുതിയതായിരുന്നു. ലൈക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് കമ്പനിയിലും സബ്സിഡറിയിലും തന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്ന അഡ്ജസ്റ്റ്മെൻറ്റും ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ട്രിക്കി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോൾവ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏത് രീതിയിലുള്ള ഏത് മെത്തേഡ്സ് വെച്ചിട്ട് ഏത് സ്റ്റെപ്പ് വെച്ചിട്ടാണ് കൺസോൾട്ടേഷൻ ചെയ്യുന്നതെങ്കിലും ഞാൻ ഇപ്പം പറയുന്ന കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റ്സിനകത്ത് ഓരോന്നും ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ വേണം, വേർ ഇറ്റ് ഇസ് ടു ബി ടേക്കൺ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന പാരൻറ്റിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഹൗ ഇറ്റ് ഇസ് ടു ബി ഡിസ്ക്ലോസ്ഡ്, പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഹൗ ഇറ്റ് ഇസ് ടു ബി അക്കൗണ്ടഡ്, ഇനി അവിടെയുള്ള ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഹൗ ഇറ്റ് ഇസ് ടു ബി അഡ്ജസ്റ്റഡ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലി റെലവൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു യുണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കിയും ക്വസ്റ്റ്യനിൽ അവരെന്താ പറയുന്നത്, ദർ ഇസ് എ കമ്പനി ആർ ലിമിറ്റഡ്. ഓക്കെ, ഈ ആർ ലിമിറ്റഡ് അത് സബ്സിഡറി കമ്പനിയാണ്. ഓക്കെ, ആർ ലിമിറ്റഡ് ഇസ് ദി സബ്സിഡറി കമ്പനി, ഇസഡ് ലിമിറ്റഡ് ഇസ് അവർ ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പോൾ അവരുടെ രണ്ട് കൂട്ടരുടെയും ബാലൻസ് ഷീറ്റ് 31 മാർച്ച് 2025 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കിയാൽ ഇറ്റ് ഈസ് റുപ്പീസ് ഇൻ ലാക്സ്. ഓക്കെ, ഇറ്റ് ഈസ് റുപ്പീസ് ഇൻ ലാക്സ്. പക്ഷേ താഴെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, റിക്വയർമെൻറ്റിൽ അവർ പറയുന്ന കാര്യമുണ്ട്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇൻ റുപ്പി വിത്തൗട്ട് റൗണ്ടിങ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, റൗണ്ടഡ് ഓഫ് ഫിഗേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യാതെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ഫിഗേഴ്സ് ഓരോന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ ആ ഫിഗേഴ്സ് എഴുതിയാലാണ് പ്രോപ്പറായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ അബ്സല്യൂട്ട് വാല്യൂവിൽ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് നോക്കാം. അസറ്റ് സൈഡിൽ വി ആർ ഹാവിങ് നോൺ കറണ്ട് അസറ്റ്സ്. അതിൽ ഫസ്റ്റ് ഐറ്റം പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അത് 450 248, അതിൻ്റെ നോട്ടും ഉണ്ട്. അപ്പോൾ ഈ നോട്ടിൽ എന്താ പറയുന്നത്, നോട്ടിൽ നമുക്ക് മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഉണ്ട്, രണ്ടിൻ്റെയും ബ്രേക്കപ്പ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി നോർമൽ ഐറ്റം. നമുക്ക് പലപ്പോഴും ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് പോലുള്ള സംഭവങ്ങൾ വരാം, ഇതിനകത്തും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബട്ട് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ ഫെയർ വാല്യൂ ഇൻക്രീസ് തരുമ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഡിക്രീസുമാണ്. അതൊത്തിരി യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. ഇനി അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് അടുത്തത് 7545. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ളത് ഗുഡ്വില്ലാണ് 7545. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻഡേസ് ഷെഡ്യൂൾ 3 പ്രകാരം ഗുഡ്വിൽ സെപ്പറേറ്റ് ലൈൻ ഐറ്റമാണ് വരേണ്ടത്. ഓക്കെ, ഗുഡ്വിൽ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഹെഡ്. ഇത് ഗുഡ്വിൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഹെഡായിട്ടാണ് ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള ഹെഡ് ആയിരിക്കില്ല ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്, ഗുഡ്വിൽ എന്ന് പറയുന്ന ഹെഡായിരിക്കും. ഓക്കെ, ഇനി ഇതിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് നെറ്റ് അസറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ ഗുഡ്വില്ലാണ് നമുക്ക് രണ്ട് കമ്പനിയുടെ ബുക്സിലും ഗുഡ്വിൽ അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് 37568. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സബ്സിഡറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണോ എന്നുള്ളത്, ഇസഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് സബ്സിഡറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും സബ്സിഡറിയുടെ ക്യാൻസൽ ചെയ്യും. നമ്മുടെ ആറിനും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കീഴിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റേഷൻ ഒന്ന് സെറ്റാക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് അസറ്റായിട്ട് ഇൻവെൻട്രി 7575 ഉണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ് ട്രേഡ് റിസീവബിൾ അത് 6th നോട്ടാണ് 110 120. ഇനി ആ ട്രേഡ് റിസീവബിൾ വരുമ്പോൾ നോക്കിയും നമുക്കതിൽ സൺട്രി ഡെറ്റേഴ്സും ഉണ്ട്, ബിൽസ് റിസീവബിളും ഉണ്ട് 40. അപ്പോൾ ബിൽ റിസീവബിൾ വരുമ്പോൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് തരാറുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഒരു പാർട്ടിയുടെ ബിൽ ഇവിടെയുള്ള ബിൽസ് റിസീവബിൾ അടുത്ത പാർട്ടി തന്നതാണ്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറുണ്ട്. അങ്ങനെ ഒരു മ്യൂച്വൽ ഓവിങ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ക്വസ്റ്റ്യനിലും ഉണ്ട്. ഇനി നമ്മളുടെ നോർമൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 85 135. ഇനി അടുത്ത് നോക്കി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ 720 320, ഇതാണ് നോട്ട് നമ്പർ 1 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയുടെ അകത്ത് ക്ലാസിഫൈ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 3യുടെ ഗൈഡൻസ് നോട്ടിൻ്റെ ഒരു കണ്ടൻറ്റ് റീസെൻ്റ്ലി നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ന്യൂ സിലബസ് വന്നപ്പോൾ
ആ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഗൈഡൻസ് നോട്ടിൽ നിന്ന് എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് ഏത് നമ്മളുടെ ഷെഡ്യൂൾ 3 ഫോർമാറ്റിനകത്ത് തന്നിട്ടുള്ള ഹെഡ് ഉള്ളത്. ഇനി അപ്പോൾ ഇക്വിറ്റി ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ക്യാപിറ്റൽ നോട്ടിൻ്റെ കീഴിൽ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ ഇൻഡേയസ് 32 പ്രകാരം ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിയുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ചില പ്രിഫറൻസ് ഷെയർസൊക്കെ, വോളി അത് മീറ്റ് ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസൊക്കെ വരാം. അങ്ങനെ ഒരു പ്രിഫറൻസ് ഷെയർ വന്നാൽ അത് ഇൻസ്ട്രുമെൻറ്റ്സ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി ഇൻ നേച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും പറയുന്നത്. ഗൈഡൻസ് നോട്ടും അങ്ങനെയാണ്. ഓക്കെ, പ്രാക്ടിക്കലി ഞാൻ അങ്ങനെ ഒരു കമ്പനിയുടെ സിറ്റുവേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദേ വെർ ഹാവിങ് സം പ്രിഫറൻസ് ഷെയർസ്. അതിൻ്റെ നേച്ചർ ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി എന്താണ് പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി നേച്ചറുള്ളതായിരുന്നു. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് പ്രാക്ടിക്കലി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐറ്റമാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ട്രാൻസ്ഫർ ഇറക്കിയപ്പോഴും ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന നോട്ടിൻ്റെ കീഴിൽ രണ്ടും കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് ശരിക്കും ICAയുടെ ഗൈഡൻസ് നോട്ട് ഓൺ ഷെഡ്യൂൾ 3 ഡിവിഷൻ 2 വെച്ചിട്ട് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ അല്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ അല്ല ഇടേണ്ടത്, ഇൻസ്ട്രുമെൻറ്റ്സ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി ഇൻ നേച്ചർ എന്നുള്ള ഹെഡിൻ്റെ കീഴിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം അത് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാൻ. ഇനി നമ്മളുടെ ബാലൻസ് ഷീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് അതർ ഇക്വിറ്റി ഉണ്ട് 315 ആൻഡ് 225. അപ്പോൾ 315 ആൻഡ് 225 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ റിസർവ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ വി ആർ ഹാവിങ് ജനറൽ റിസർവ് 120.75, റീറ്റെയിൻഡ് ഏർണിങ്സ് 195 ആൻഡ് 150. ഇനി അതുകൂടാതെ ലയബിലിറ്റി ആയിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ബാങ്ക് ബോഡി ഉണ്ട് 45.30. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറോവിങ്സ് ആണ്. അപ്പോൾ ബോറോവിങ്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. ട്രേഡ് പേയബിൾസ് ഉണ്ട് നോട്ട് നമ്പർ 3 9076. ഇപ്പോൾ ട്രേഡ് പേയബിൾ എന്നുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്, ബിൽസ് പേയബിൾ 0 and 7 ഉണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളുള്ളത്. ഇനി ഇൻഫർമേഷൻ നോക്കുക, അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുക. ഇസഡ് ലിമിറ്റഡ് അക്വയർഡ് 12 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ആർ ലിമിറ്റഡ് ഓൺ 1st of April 2024. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 300 lakhs ആണ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ആർ ലിമിറ്റഡ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ആർ ലിമിറ്റഡ്. അപ്പോൾ 300 lakhs ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന് 10 രൂപ, 30 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് അവിടെ ഉണ്ടാവുക. ഈ 30 lakh നമ്പർ ഓഫ് ഷെയറിൽ നിന്ന് 12 lakh നമ്മൾ അക്വയർ ചെയ്തു ഇനീഷ്യലി. അപ്പോൾ 12 lakh അക്വയർ ചെയ്തപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് 40% സ്റ്റേക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ കൺട്രോൾ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അക്വിസിഷൻ ഡേറ്റ് ആയിട്ട് 1st of April എടുക്കാൻ പറ്റില്ല. ഇനി അതിനുശേഷം അവർ പറയുന്നു ദേ ഹാഡ് ഫർദർ അക്വയർഡ് 13,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ആർ ലിമിറ്റഡ് ഓൺ 1st of January. അപ്പം ഈ 13.5 lakhs ഡിവൈഡഡ് ബൈ 30 lakhs നോക്കിയാൽ നമ്മൾ എഗെയിൻ ഒരു 45% സ്റ്റേക്കും കൂടി വാങ്ങിച്ച് 40 + 45 85% സ്റ്റേക്ക് ആക്കി ഓൺ 1st of January ആയപ്പോൾ. അപ്പോൾ 1st of January ആണ് കൺസോൾട്ടേഷൻ പർപ്പസിന് വേണ്ടി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവുക. കൺസോൾട്ടേഷൻ പർപ്പസിന് വേണ്ടി ഡേറ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി 1st of January. അപ്പം ഇതിനകത്ത് നോക്കിയാൽ 45% ഇപ്പം ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് 1,55,25,000. ഇത് നമ്മൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന കൺസിഡറേഷനാണ്. ഇനി 1,44 lakhs എന്ന് പറയുന്ന നമ്മളുടെ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ്, നമ്മൾ എങ്ങനെയാണ് അതിനെ വിളിക്കുക? പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് വന്നാൽ ഇതിനെ വാട്ട് ഈസ് അവർ അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ അത് കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കൺസിഡറേഷനിലേക്ക് എടുക്കാൻ. അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂവും നമ്മളുടെ ക്യാരിയിങ് എമൗണ്ട് അഥവാ ഇവിടുത്തെ കോസ്റ്റ് അത് നമ്മളുടെ ഡിഫറൻസ് നമ്മളുടെ റിസർവിലേക്ക് കൊണ്ടുപോകണം, അതർ ഇക്വിറ്റിയിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് വൺ അഡ്ജസ്റ്റ്മെൻറ്റ് വി നീഡ് ടു കൺസിഡർ. ഓക്കെ, സാധാരണ ക്വസ്റ്റ്യനിലൊന്നും വരുന്നതല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബിസിനസ് കോമ്പിനേഷനിൽ സാധാരണ കാണുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂവിൽ വേണം നമ്മൾ കൺസിഡറേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ എടുക്കാനായിട്ട്. അങ്ങനെ ആ വാല്യൂ എടുത്തിട്ട് ബുക്കിലുള്ള കോസ്റ്റ് എത്രയാണ്? 1,44 lakhs. ഇനി അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ എത്രയാണെന്നുള്ള അറൈവ് ചെയ്യുക. നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ 1,55,25,000 ആണ് 45%. എങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി എത്രയാണ് വാല്യൂ 40% എന്നുള്ള പ്രൊപ്പോർഷനേറ്റ്ലി അങ്ങനെ കണ്ടുപിടിക്കാം. ഇല്ല പെർ ഷെയർ വാല്യൂ എത്രയാണ് എന്നൊരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഇതിലേത് ഉപയോഗിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ബേസിക്കലി ഒരു പെർ ഷെയർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ബേസിലുള്ള ആൻസറും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സജസ്റ്റ് ആൻസറിൽ തന്നെ 2 ബേസിലുള്ള കമ്പ്യൂട്ടേഷനും അലൗഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് എന്താണ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ആയിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് തന്നെ എടുക്കുക. ഇപ്പം നടന്ന നമ്മൾ അഡീഷണൽ സ്റ്റേക്ക് പർച്ചേസ് ചെയ്തതിൻ്റെ കൺസിഡറേഷനിൽ ശരിക്കും മാർക്കറ്റിൽ എന്താണ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. അപ്പോൾ അങ്ങനെ അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ അത് നമ്മൾ എടുക്കുക. ഡിഫറൻസ് ഉള്ളത് അതർ ഇക്വിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഈ പറയുന്ന 2 ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ 144 നമ്മളുടെ ഏതിനുള്ളത് 40%, 155.25 ആണ് ഇതിലുള്ളത്. അങ്ങനെ 299.25 അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്തിൻ്റെയാണ്? നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറിക്ക് വേണ്ടി ഉള്ളതാണ്. നമുക്ക് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ 375 ഉണ്ട്. 375 ഏതാണ് അവർ പറയുന്നു അറൗണ്ട് 299.25 ഏതിനു വേണ്ടിയാണ്? നമ്മളുടെ ഈ പറയുന്ന സബ്സിഡറിക്ക് വേണ്ടിയാണ്. ബാക്കി വേറെ ഏതൊക്കെയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ആർ ലിമിറ്റഡ് ഇൻക്ലൂഡ്സ് നോമിനൽ വാല്യൂ ഓഫ് 22 lakh 50. നോക്കി, നമ്മളുടെ ആർ ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മൊത്തം 60 ഉണ്ട്. ഈ 60 lakhൽ നിന്ന് 22.5 lakhസിൻ്റെ നോമിനൽ വാല്യൂ ഉള്ള ഐറ്റം അത് നമ്മളുടെ പാരൻ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി എത്രയുണ്ട്? 37.5 lakhs നോമിനൽ വാല്യൂ ഉള്ളതുണ്ട്. ഈ 37.5 lakhs നോമിനൽ വാല്യൂ ഉള്ള ഐറ്റം നിങ്ങൾ നോക്കി, അപ്പോൾ എന്തായിരിക്കും? ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നതാണ്, ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നതാണ്. ആൻഡ് അത് ഇക്വിറ്റിയുടെ നേച്ചറിലുള്ളതുമാണ്. അപ്പോൾ ഇക്വിറ്റിയുടെ നേച്ചറിലുള്ള ഐറ്റമായിട്ട് ക്ലാസിഫൈ ചെയ്തതായതുകൊണ്ട് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നതായതുകൊണ്ടും ആ പോർഷനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ആണോ? നമ്മളുടെ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോമ്പോണൻറ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന 22.5 lakhs ആണ്. അത്രയും നോമിനൽ വാല്യൂ ഉള്ളതിന് നമുക്ക് വന്നേക്കുന്ന കോസ്റ്റ് എന്താണ്? നമ്മൾ 1st April വാങ്ങിച്ചതാണ്, 54 lakhsന് വാങ്ങിച്ചതാണ്. അപ്പോൾ 54 lakhsന് നമ്മൾ വാങ്ങിച്ചു, പക്ഷേ 22.5 lakhs അതിന് നോമിനൽ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 54ൽ നിന്ന് 22.5 കുറച്ചാൽ 31.50 നമുക്കൊരു ലോസ് ഉണ്ട്. ഇത് നമ്മൾ അതർ ഇക്വിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസിഡറേഷൻ അതൊക്കെ വെച്ചിട്ടുള്ളത് മാത്രമേ ഗുഡ് വില്ലിൻ്റെ കോമ്പണൻറ്റ് എടുക്കാവുള്ളൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോമ്പണൻറ്റ് ഒരിക്കലും ഗുഡ് വില്ലിലേക്കോ അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് ഗെയിനിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോമ്പണൻറ്റ് അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? അതർ ഇക്വിറ്റിയിലേക്ക്, റിസർവിലേക്ക്, റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ സാധാ പ്രോബ്ലം പോലെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 45 ലക്ഷവും 1st April ഉണ്ടെന്ന് പറയുന്നു. ജനറൽ റിസർവിന് 30 ലക്ഷമാണെന്നും പറയുന്നു. അപ്പം അനാലിസിസ് ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയുള്ള ഡേറ്റയാണ്. ഇനി അങ്ങനെ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ ആർ ലിമിറ്റഡ് 12% ഡിവിഡൻറ്റ് എന്തിൽ നിന്ന് പേ ചെയ്തിട്ടുണ്ട്? റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് 1st April പേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 12% ഡിവിഡൻറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ പേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിൽ 12% ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1st April നമ്മളുടെ അക്വിസിഷൻ ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഏതാണ്? പ്രീ അക്വിസിഷൻ ഡിവിഡൻ്റ് ആണ്. നമ്മളുടെ കൺട്രോൾ വരുന്നതിന് മുമ്പാണ്, അക്വിസിഷൻ ഡേറ്റിന് മുമ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിവിഡൻഡ് ഡിക്ലറേഷനും കൂടി കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മളുടെ അതർ ഇക്വിറ്റി ആയിട്ട് അക്വിസിഷൻ ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള കംപ്ലീറ്റ് എമൗണ്ട് അവിടെ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിങ്ങിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് ബാലൻസ് 45 lakhsൽ നിന്ന് നമ്മളുടെ ഇവിടെ ഒരു 300 lakhs ആണ് നമ്മളുടെ എന്തുള്ളത്? നമ്മളുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഉള്ളത്. അതിൻ്റെ 12% 36 lakhs നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൽ 45 lakhs റീറ്റെയിൻഡ് ഏർണിങ്സ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 36 lakhs ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പണിങ്ങിൽ നിന്ന് ഇനി റിമൈനിങ് 9 lakhs ഉള്ളൂ. ആ 9 lakhs ക്ലോസിംഗ് കൂടി കമ്പയർ ചെയ്തിട്ട് വേണം കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ആ ഒരു രീതിയിലാണ് ഇനി ഈ പറയുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റിലാണ്. അത് നമ്മളുടെ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മളുടെ സബ്സിഡറി അല്ല. അപ്പോൾ നമുക്ക് അന്ന് സബ്സിഡറി അല്ലാത്ത സിറ്റുവേഷനിൽ അന്ന് ചെയ്ത അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇറ്റ് ഇസ് ഫൈൻ. നമുക്ക് അക്വിസിഷൻ ഡേറ്റിന് ശേഷം വന്നാലാണ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷനായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഒരു 40% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം നമ്മൾ P&Lലേക്ക് എടുത്തു എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാം അസ്. അപ്പോൾ ആ രീതിയിൽ അത് ഇൻകമായിട്ട് P&Lലേക്ക് പോയെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂസ്. ആ രീതിയിൽ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അത് കുറച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ.
ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഓൺ 1st of October. നമ്മളുടെ അക്വിസിഷൻ ഡേറ്റ് ശ്രദ്ധിച്ചേ, ഇറ്റ് വാസ് 1st of January 2025. ഇനി ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത് എന്താണ്, മെഷീനറിൻ്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് 15 lakhs ഓവർ വാല്യുവേഷൻ ഉണ്ടെന്ന് പറയുന്നത് 1st of October അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്പനി ചാർജസ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓൺ WDV ബേസിസ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ റേറ്റും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവിടെ സാധാരണ കാണുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. അപ്പോൾ അതാ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഈ രണ്ട് സംഭവങ്ങൾ എക്സ്ട്രാ വന്നിരിക്കുന്നതാണ്. ഇനി അടുത്ത അവർ പറയുന്നു, ബിൽ റിസീവബിൾ ഓഫ് ഇസഡ് ലിമിറ്റഡ് വെർ ഡ്രോൺ അപ്പോൺ ആർ ലിമിറ്റഡ് ഔട്ട് ഓഫ് വിച്ച് ബിൽസ് എമൗണ്ടിങ് ടു 3 lakhs ഹാവ് ബീൻ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇസഡിൻ്റെ ബിൽസ് റിസീവബിൾ എന്താണ്, ആറിൻ്റെ അക്സെപ്റ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കിയാൽ ആറിൻ്റെ അക്സെപ്റ്റൻസസ്, ആറിൻ്റെ ബിൽസ് പേയബിൾ 7 lakhs ഉണ്ട്. ബിൽസ് റിസീവബിൾ ഏതാണ്, നമ്മളുടെ ഇസഡിൻ്റെ ബുക്സിൽ 4 lakhs ഉള്ളൂ. അപ്പോൾ ഒരു ഡിഫറൻസ് 3 ലക്ഷം അവർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ആ 3 ലക്ഷം ഉള്ളത് എന്താണ്, നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതാണ്. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതാണെങ്കിൽ ബാങ്കിനാണ് ഇനി അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഔട്ട്സൈഡ് ദി ഗ്രൂപ്പുള്ള ലയബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഡിസ്കൗണ്ടഡ് കോമ്പണൻറ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട. ഡിസ്കൗണ്ട് ചെയ്യാത്ത ആ 4 lakhs നമ്മൾ എന്ത് ചെയ്യണം, ബിൽസ് റിസീവബിളിൽ നിന്നും ബിൽസ് പേയബിളിൽ നിന്നും മ്യൂച്വൽ ഓവിങ്സ് ആയിട്ട് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇത്രയുമാണ് നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത്. ആൻഡ് നമ്മളോട് പറയുന്നു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക വിത്തൗട്ട് റൗണ്ടിങ് ഓഫ്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറയുവാണ് ഫെയർ വാല്യൂ മെത്തേഡാണ് NCAക്ക് വേണ്ടി എടുക്കുന്നത്. അവിടെ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ഡേറ്റ് ഓഫ് അക്വിസിഷനിലും ഇയർ എൻഡിലും ഒക്കെ ഇറ്റ് ഈസ് 14 per share. ഓക്കെ, അപ്പോൾ ഫെയർ വാല്യൂ ഓഫ് ഷെയർ എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് NCA മെഷർമെൻറ്റിന് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ 14 തന്നെ ഫെയർ വാല്യൂ ഓഫ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് കാണാനായിട്ടും ഉപയോഗിക്കാം. ഇനി നമ്മളോട് പറയുന്നു ഇഗ്നോർ ടാക്സേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈഫ് എനി ഓഫ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. മുകളിലെ ഡിവിഡൻറ്റിൻ്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ കിടക്കുന്ന ബാലൻസ്. പ്രിഫറൻസ് ഡിവിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ അതിൻ്റെ ഫിഗേഴ്സ് ഒന്നും കണ്ടുപിടിക്കുമ്പോൾ നോക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഇക്വിറ്റി ഡിവിഡൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പ്രിഫറൻസ് ഡിവിഡൻറ്റിനെ മൊത്തം പ്രോബ്ലത്തിൽ ഇഗ്നോർ ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ നോർമലി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരച്ചോളാനാണ് പറയുക. എക്സ്ട്രാ നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മൾ സാധാരണ രീതിയിൽ ഗുഡ് വിൽ ആൻഡ് NCI ഈ 2 ഫീൽഡിനുള്ള സംഭവങ്ങൾ തന്നിരിക്കുന്ന ഫോർമാറ്റിലുള്ള ഐറ്റംസ് കൂടാതെ ഗുഡ് വില്ലും അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനൊരു ഹെഡും ഇത്രയും വെച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പം ആ രീതിയിൽ വരയ്ക്കാനാണ് സാധാരണ പറയാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഫോർമാറ്റ് മാത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോർമാറ്റ് നമ്മൾ നോക്കിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31 March 2025. അതിൽ നമുക്ക് PPE ഉണ്ട്. PPEക്ക് ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സും വരച്ച് വെച്ചിട്ടുണ്ട്. മെഷീനറിയും ഫർണിച്ചറും 2 ഐറ്റം ഉണ്ടല്ലോ. പിന്നെ അതിനുശേഷം നമുക്ക് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് ഇവിടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റായിട്ട് ഗുഡ് വില്ല് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഗുഡ് വില്ലാക്കി. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്ത് നിന്ന് നമ്മൾ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് സബ്സിഡറി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. ബാക്കിയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രി ഉണ്ട്, ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്, ട്രേഡ് റിസീവബിൾ അതിന് നോട്ട് വരച്ചിട്ടുണ്ട്. കാരണം ഇതാണ് ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും സെപ്പറേറ്റ്ലി തന്നേക്കുന്നുണ്ട്. ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട്. പിന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ട്രാൻസ്ഫറിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇക്വിറ്റി അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരൻറ്റും NCയും സെപ്പറേറ്റ്ലി കാണിക്കണമെന്ന് ഷെഡ്യൂൾ 3യുടെ റിക്വയർമെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡേസ് 110ഉം ഇൻഡേസ് 1ഉം എല്ലാം നോക്കിയാൽ ഈ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇക്വിറ്റീനെ തന്നെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇക്വിറ്റി അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരൻറ്റും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും യൂഷ്വലി നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതിൽ ഇക്വിറ്റി അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരൻറ്റ് സജസ്റ്റ് ട്രാൻസ്ഫറിലൊക്കെ എഴുതിയപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും രണ്ടും ഒരുമിച്ച് അതിനകത്ത് കൊടുത്തു. പക്ഷേ പ്രിഫറൻസ് ഷെയറിനെ ഒരിക്കലും എന്തിൽ ഇടാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഹെഡിൻ്റെ കീഴിൽ ഇടാൻ പറ്റില്ല. ഇൻസ്ട്രുമെൻറ്റ്സ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി ഇൻ നേച്ചർ എന്നുള്ള ഹെഡ് സെപ്പറേറ്റ്ലി ഇട്ടിട്ട് വേണം ചെയ്യാനെന്നാണ് നമ്മളുടെ ഷെഡ്യൂൾ 3യുടെ ഗൈഡൻസ് നോട്ടിൽ ICA പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പ്രസൻറ്റേഷൻ ഇട്ടിട്ടുണ്ട്. ദെൻ അതർ ഇക്വിറ്റി, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ബാങ്ക് ഓടിക്ക് പകരം അത് ബോറോവിങ്സ് ആണ്, ബോറോവിങ്സ് കൊടുത്തു. ട്രേഡ് പേയബിൾ അതിൽ 2 ഐറ്റം ഉള്ളതുകൊണ്ട് ആ സംഭവം കൊടുത്തു. ഇത്രയുമാണ് നമ്മളുടെ ഫോർമാറ്റിലുള്ളത്. ഇങ്ങനൊരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള അസറ്റ്സ് ലയബിലിറ്റീസ് ഓരോന്നായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ PPE നോക്കുവാണെങ്കിൽ മെഷീനറി
2 crore 10 lakhs-ഉം 1 crore 35 lakhs-ഉമാണ്. ഓക്കെ, നമ്മൾ വോൾ ഫിഗേഴ്സ് എഴുതണം. അപ്പോൾ ഏതാണ് നമ്മൾ മെഷീനറിയുടെ ബ്രാക്കറ്റിൽ 2 crore 10 lakhs പ്ലസ് 1 crore 35 lakhs ഇത് രണ്ടും നമ്മൾ ഇട്ടു. സിമിലർലി നമ്മളുടെ ഏതാണ് നമ്മളുടെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 2 crore 40 lakhs പ്ലസ് നമ്മളുടെ അടുത്ത് എന്താണ് 1 crore 13 lakhs 1 crore 13 lakhs ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഫിഗേഴ്സും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു. 1 crore 13 lakhs. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് PPE കഴിഞ്ഞു. ഗുഡ് വില്ലിൻ്റെ ഫിഗേഴ്സ് 75-ഉം 45-ഉം. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ 75 ആൻഡ് 45 ഈ രണ്ട് ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഗുഡ് വില്ലിൻ്റെ ബ്രാക്കറ്റിലൊന്ന് എഴുതുവാണ്. ബട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. 75 lakhs-ഉം 45 lakhs-ഉമാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാം. 75 lakhs പ്ലസ് 45 lakhs അബ്സല്യൂട്ട് വാല്യൂസിൽ തന്നെ എല്ലാം എഴുതുവാണ്. ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് നമുക്ക് അസറ്റ് സൈഡിലുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോട്ട്സിലും ഇവിടെയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഏതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 375-ഉം 68-ഉമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ 3 crore 75 lakhs-ഉം ഓക്കെ 3 crore 75 lakhs-ഉം ഓക്കെ പ്ലസ് നമുക്ക് അടുത്ത എത്രയാണ് 68 lakhs. ഓക്കെ, നമുക്ക് 68 lakhs ഈ രണ്ട് സാധനങ്ങളാണ്, അത് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമ്മളുടെ ഇൻവെൻട്രീസ് 75. അപ്പം ഇൻവെൻട്രീസിൽ നമ്മൾ എന്ത് ചെയ്യുവാണ് 75 lakhs പ്ലസ് 75 lakhs. നമ്മൾ സാധാരണ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ അതർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് സബ്സിഡറി ആണ്. പക്ഷേ അത് ബ്രേക്കപ്പ് തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്ത് എഴുതിയിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻസലേഷന് വേണ്ടി ഓരോ ഫിഗർ എടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് കഴിയാം, റെഡ്യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ട്രേഡ് റിസീവബിൾ നോക്കിയാൽ നോട്ട്സ് ഉണ്ട്. 110 120 വേണ്ടി നോട്ട്സ് ഉണ്ട്. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് പോയാൽ നമുക്ക് വരുന്ന ഫിഗേഴ്സ് ഓക്കെ നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് പോയാൽ നമുക്ക് വരുന്ന ഫിഗേഴ്സ് നോക്കാം. നമുക്ക് 106 ആൻഡ് 120. ഓക്കെ, നമ്മളുടെ 106 ആൻഡ് 120 ആണ്. അപ്പം 106 lakhs പ്ലസ് എത്രയാണ് 1 crore 20 lakhs 1 crore 20 lakhs. ഓക്കെ, ഇനി സിമിലർലി ബിൽസ് റിസീവബിൾ 4 പ്ലസ് നിൽ. ഓക്കെ, ഇറ്റ് ഈസ് 4 lakhs പ്ലസ് നിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ലയബിലിറ്റി സൈഡ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് വരുമ്പോൾ ബേസിക്കലി നമ്മൾ അതാണ് പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 85 പ്ലസ് 135. ഓക്കെ, അതുകൂടി എടുക്കാനുണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 85 lakhs-ഉം 135 lakhs. ഓക്കെ, 85 lakhs പ്ലസ് 135 lakhs. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡാണ്. അവിടെ സബ്സിഡറിയുടെ ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി ഈ സംഭവങ്ങളൊക്കെ എന്താണ് ക്യാൻസലേഷന് വേണ്ടി പോകും. പാരൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഈ 600 പാരൻറ്റിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 600 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് വരും. അതായത് 6 crore. ഓക്കെ, 6 crore നേരെ എഴുതി. ഇനി പാരൻറ്റിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയിലുള്ളത് ഇൻസ്ട്രുമെൻറ്റ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി ഇൻ നേച്ചർ 1 crore 20 lakhs. അതും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫേസിലേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളുടെ അതർ ഇക്വിറ്റി റീറ്റെയിൻ ഏർണിങ്സ് ഒക്കെ അവസാനം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്കുള്ള ലയബിലിറ്റി സൈഡിൽ നമുക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലയബിലിറ്റി സൈഡിൽ ഇനി നമുക്ക് വരുന്ന ഐറ്റംസ് ബാങ്ക് ഓടി 45 lakhs-ഉം 30 lakhs-ഉം ഉണ്ട്. ബാങ്ക് ഓടിയുടെ ബോറോവിങ്സ് 45 lakhs പ്ലസ് 30 lakhs. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളുടെ ട്രേഡ് പേയബിൾസ് ഉണ്ട്. ട്രേഡ് പേയബിൾസ് വരുമ്പം അവിടെ നോട്ടുള്ളപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നോട്ടിൽ നിന്ന് ഫിഗേഴ്സ് എഴുതുവാണ്. 90 പ്ലസ് 69. ഓക്കെ, 90 പ്ലസ് 69 90 പ്ലസ് 69. ഇനി ബിൽസ് പേയബിൾ നോക്കിയാൽ 0 പ്ലസ് 7 lakhs ആണ്. 0 പ്ലസ് 7 lakhs ആണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ഇൻട്രാ ഗ്രൂപ്പ് ബാലൻസ് ഒരു 4 lakhs 7 lakhs മൊത്തം ഉണ്ട്. അതിൽ നിന്ന് 3 lakhs നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് ഒഴിച്ച് ബാക്കി 4 lakhs ഒരു മ്യൂച്വൽ ഓവിങ്സ് ഉണ്ട്. ആ 4 lakhs മ്യൂച്വൽ ഓവിങ്സ് ബിൽസ് റിസീവബിളിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളയുന്നു, ബിൽസ് പേയബിളിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളയുന്നു. അങ്ങനെ മ്യൂച്വൽ ഓവിങ്സ് നമ്മൾ ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ ഉള്ളത്.
ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഓരോ കൺസോൾട്ടേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സ്റ്റെപ്പ് നമ്പർ 1. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ആണ് അക്വിസിഷൻ ഡേറ്റ്. അപ്പോൾ ഇവിടെ അക്വിസിഷൻ ഡേറ്റ് നോക്കിയാൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ ഷെയർ വാങ്ങിയപ്പോൾ ഷെയറിൻ്റെ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് മേലുള്ള കൺട്രോൾ, സബ്സിഡിയുടെ മേലുള്ള കൺട്രോൾ നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 1/1/2025 വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ അക്വിസിഷൻ നമ്മൾ നോക്കിയാൽ അവിടെ ഏതാണ് കൺട്രോൾ വരിക. അപ്പോൾ ബേസിക്കലി ഇതൊരു മിഡ് ഇയർ അക്വിസിഷനാണ്. നമ്മൾ നോക്കിയാൽ 3 മന്ത്സ് മാത്രമാണ് പോസ്റ്റ് അക്വിസിഷൻ പീരിയഡ് ഉള്ളത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ നോക്കിയാൽ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ സാധാരണ രീതിയിലൊന്ന് നോക്കുക. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒന്നാലോചിച്ച് നോക്കുകയും നമുക്ക് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 12 lakh നമ്പർ ഓഫ് ഷെയർസ് ഇനീഷ്യലി നമ്മൾ അക്വയർ ചെയ്തു, പ്ലസ് 13,50,000 ഷെയർസ് പിന്നെ അക്വയർ ചെയ്തു ഔട്ട് ഓഫ് 30 lakh ഷെയർസ്. അപ്പോൾ എത്രയത് നമുക്ക് 85% കൺട്രോളിംഗ് സ്റ്റേക്ക് ഉണ്ട്. അപ്പം NCI നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എത്രയുണ്ട്, അത് 15% ഓക്കെ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് നമുക്ക് പിന്നീടുള്ള കമ്പ്യൂട്ടേഷന് വേണ്ടിയുള്ള പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ 85%ഉം 15%ഉമാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ സാധാരണ രീതിയിൽ നോക്കുക, നമ്മളുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ആണ് സാധാരണ കണ്ടുപിടിക്കുന്നൊരു സംഭവം. സബ്സിഡറിയുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് അറ്റ് അക്വിസിഷൻ ഡേറ്റ്. സബ്സിഡറിയുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് അറ്റ് അക്വിസിഷൻ ഡേറ്റ്. പേര് ശ്രദ്ധിക്കുക, സബ്സിഡറിയുടെ നെറ്റ് അസറ്റ്സ് അല്ല, ഇറ്റ് ഇസ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ്. സാധാരണ രീതിയിൽ അത് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൺസോളിഡേഷൻ ക്വസ്റ്റ്യനിൽ വരാറില്ല. ഇതിനൊരു ഐഡൻറ്റിഫയബിലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ വി വിൽ ബി ഡൂയിങ് ദി അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻ. വിൽ ബി ഡൂയിങ് എ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ്. നമ്മളുടെ പ്രോഫിറ്റിൻ്റെ അനാലിസിസ് ചെയ്യും, റിസർവ്സിൻ്റെ അനാലിസിസ് ചെയ്യും. അപ്പോൾ റിസർവിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, സബ്സിഡറിയുടെ റിസർവ്സ് നോക്കിയാൽ സബ്സിഡറിയുടെ റിസർവ്സിൻ്റെ ഫിഗേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ സബ്സിഡറിയുടെ ജനറൽ റിസർവ് 75 നോക്കാം. ഓക്കെ, ജനറൽ റിസർവ് സബ്സിഡറിക്ക് 75 lakhs ആണ് ഉള്ളത്. ഓക്കെ, ജനറൽ റിസർവ് നമുക്ക് 75 lakhs ആണ് ഉള്ളത്. ഈ 75 lakhsൻ്റെ ബ്രേക്ക് ഇപ്പോൾ നോക്കുകയും ഓപ്പണിംഗ് തൊട്ടേ എത്രയുണ്ട്, ഈ 75 lakhsൽ നിന്ന് ഓപ്പണിംഗ് തൊട്ടേ ജനറൽ റിസർവിൽ 30 lakhs ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓപ്പണിംഗ് തൊട്ടേ 30 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിൻ്റെ എമൗണ്ട് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരും. ഡിവിഡൻ്റെ കാര്യങ്ങളുടെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് എവിടെ നിന്ന്, റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്നാണ്. അപ്പോൾ 75 നിന്ന് നമ്മളുടെ 30 പോയാൽ ബാക്കി 45 lakhs ആണ് കറണ്ട് ഇയറിൻ്റെ ഉള്ളത്. ഇനി കറണ്ട് ഇയറിൻ്റെ ഫിഗറിൽ നിന്ന് നിങ്ങൾ നോക്കി, അക്വിസിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2025 ആണ്. ടിൽ 1/1/2025 നമുക്ക് ഈ 45 lakhs ഇൻറ്റു 9/12 എത്ര വരും, നമുക്ക് 33,75,000 വരും. അപ്പം ഫ്രം 1/1/2025 ഉള്ളത് എത്ര വരും, 45 lakhsൻ്റെ 3/12 3 monthsൻ്റെ 11,25,000 വരും. അങ്ങനെ മൊത്തം 75 lakhൽ നിന്ന് 63,75,000 നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും 11,25,000 നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആയിരിക്കും. ഇതാണ് നമ്മളുടെ ജനറൽ റിസർവ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളത്. ഓക്കെ അല്ലേ എവ്രി വൺ? ഇനി നമ്മളുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇവാലുവേറ്റ് ചെയ്താൽ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബാലൻസ് എത്രയുണ്ടെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 1,50 lakhs. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബാലൻസ് 1,50 lakhs ഉണ്ട്. ഈ 1,50 lakhsൽ നിന്ന് നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നു നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് ഈസ് 45 lakhs. ശരിയല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഈസ് 45 lakhs. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക,
ഈ ഓപ്പണിംഗ് ബാലൻസായ 45 ലാക്സിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിൻ്റെ ഡിവിഡൻഡ് പേ ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നേരെ എത്രയാണ് കറണ്ട് ഇയറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഓപ്പണിങ്ങിൽ നിന്ന് ഡിവിഡൻഡ് പോയിട്ട് മിച്ചമേ ഇയർ എൻഡിൽ ബാലൻസ് ഉള്ളൂ. എന്നിട്ട് കറണ്ട് ഇയർ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തപ്പോഴാണ് റിട്ടേൺ ഏർണിങ്സ് 1,50,00,000 വന്നേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ നിന്ന് പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ആ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ 300 lakhs ആണ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ 12%. അതായത് നമുക്ക് 36 lakhs ആയിരിക്കും ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിങ്ങിൽ നിന്ന് ഇപ്പോൾ റിമൈനിങ് ആകെ 9 lakhs ഉള്ളൂ. ഓപ്പണിങ്ങിൽ നിന്ന് ഇപ്പോൾ റിമൈനിങ് ആകെ എത്രയേ ഉള്ളൂ? 9 lakhs ഉള്ളൂ. ഈ ഓപ്പണിങ്ങിൽ നിന്ന് 9 lakhs റിമൈനിങ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിൽ എത്ര പ്രോഫിറ്റ് അവർ ഏൺ ചെയ്തിട്ടുണ്ടാവും? ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ നോക്കിയാൽ 1,41 lakhs. ശരിയല്ലേ? 1,50,00,000 9 പോയ 1,41 ശരിയാണോ? അതിനെ നമ്മൾ ടിൽ 1,125 ഫ്രം 1,125 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1,41 ഇൻറ്റു 9/12 നമ്മൾ ചെയ്താൽ നമുക്ക് 1,05,75,000. ഓക്കെ, 1,05,75,000 നമ്മളുടെ ഏതാണ് 1 വരെയുള്ളതും അത് കുറച്ചിട്ട് ബാക്കി 35,25,000 അതിന് ശേഷമുള്ളതൊന്നും കിട്ടും. ദാറ്റ് മീൻസ് നമ്മളുടെ പ്രീയുടെ എമൗണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1,14,75,000 ആൻഡ് 35,25,000. ഓക്കെ, 35,25,000 നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്താൽ പെർട്ടിക്കുലേഴ്സ് പ്രീ പോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മറി പ്രിപ്പയർ ചെയ്താൽ എങ്ങനെ വരും? നമുക്ക് ജനറൽ റിസർവ് ഇവാലുവേറ്റ് ചെയ്താൽ അതിൽ നിന്ന് 63,75,000 പ്രീ ആണ്, 11,25,000 പോസ്റ്റാണ്. അങ്ങനെയാണ് 75 lakhൻ്റെ ബ്രേക്കപ്പ്. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബ്രേക്കപ്പ് നോക്കിയാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് മൊത്തം നമുക്ക് എത്രയുണ്ടായിരുന്നു? 1,50,00,000 ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ മൊത്തം 2,25,00,000 ഉണ്ടായിരുന്നതിൽ നിന്ന് നമുക്ക് 1,14,75,000 പ്രീയും 35,25,000 പോസ്റ്റും എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ്? 63,75,000 പ്ലസ് 1,14,75,000 നമുക്ക് 1,78,50,000 പ്രീയും 11,25,000 പ്ലസ് 35,25,000 എത്രയാണ്? 46,50,000 പോസ്റ്റ് അക്വിസിഷനും എന്നാണ് നമുക്ക് ഫിഗേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് റിവീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് റിവീൽ ചെയ്യുന്നത്, എത്രയാണ് പ്രീ എത്രയാണ് പോസ്റ്റ് എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് കാണാൻ വേണ്ടി പോവാണ്. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ടേക്കൺ ഓവർ കാണുമ്പോൾ സബ്സിഡറിയുടെ കാണുമ്പോൾ സബ്സിഡറിയുടെ ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കും. ഓക്കെ, ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയാൽ എത്രയാണ്? 300 ആണ്. അപ്പോൾ ആ 300 ഓക്കെ, അതായത് 3 crore നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കും. ഇനി അതർ ഇക്വിറ്റി അറ്റ് അക്വിസിഷൻ ഡേറ്റ് ആണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതർ ഇക്വിറ്റി അറ്റ് അക്വിസിഷൻ ഡേറ്റ് ആണ്. അക്വിസിഷൻ ഡേറ്റിലെ അതർ ഇക്വിറ്റി ബാലൻസ് ബുക്സിലുള്ള റിസർവിൻ്റെ ബാലൻസ് ആണ് ഏത്? നമ്മളുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റായ 1,78,50,000. ഓക്കെ, ഇനി നമ്മൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യണം. ഓക്കെ, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ഒരു മെഷീനറിയുടെ റിലേറ്റഡ് ആയിട്ട് ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോക്കിയേ, 1st of October 15 lakh ഓവർ വാല്യുവേഷൻ അസറ്റിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, ഓവർ വാല്യുവേഷൻ ഓഫ് മെഷീനറി ഓൺ
1/10/2024 അവർ പറയുന്നത് 15 lakhs ആണ്. ഓക്കെ, ഈ 15 lakhs ഓവർ വാല്യുവേഷനിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക 110 ആണിത്. അപ്പോൾ അതിനുശേഷം 3 മാസം കൂടി കഴിഞ്ഞിട്ടാണ് അക്വിസിഷൻ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഓവർ വാല്യൂഡ് ആണെങ്കിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഈ 15 lakh റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസിലുള്ള ഡിപ്രീസിയേഷനെ വരുള്ളായിരുന്നു. അപ്പോൾ ബുക്സിൽ ഇപ്പം നോർമലി കിടക്കുന്ന വാല്യൂ ഒരു ഡിപ്രീസിയേഷൻ എലമെൻറ്റ് കൂടുതൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഡൗൺ കൊണ്ട് എത്രയാണ് ഡിപ്രീസിയേഷൻ്റെ സേവിങ്സ് വരുന്നത് അതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ 3 months. അതായത് നമ്മളുടെ സിറ്റുവേഷൻ എന്താ, 110 ഓവർ വാല്യുവേഷനാണ് പറയുന്നത്. ബട്ട് നമുക്ക് 125 എത്രത്തോളം ഓവർ വാല്യുവേഷൻ ഉണ്ട് അത് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3 months ഡിപ്രീസിയേഷൻ ഇഫക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് 15 lakh ഇൻറ്റു 10% ഇൻറ്റു എത്രയാണ് നമ്മളുടെ 3/12. ഓക്കെ, 3 മാസത്തെ ഇഫക്റ്റ്. അപ്പോൾ എത്രയാണ് 15 lakhs ഇൻറ്റു 10% ഇൻറ്റു 3/12. അപ്പോൾ എത്ര വരും? ദാറ്റ് വിൽ ബി 37,500. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫെയർ വാല്യൂ റിഡക്ഷൻ മെഷീനറിയിൽ എത്രയുണ്ട്? ഇറ്റ് വിൽ ബി 14,62,500 ഫെയർ വാല്യൂ റിഡക്ഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ ആണോ? ഓവർ വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെയർ വാല്യൂ റിഡക്ഷൻ ഒരു 14,62,500 അക്കൗണ്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇങ്ങനൊരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ മെഷീനറിയും ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് കുറയണം. അപ്പോൾ മെഷീനറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? 14,62,500 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇതുവരെ സാധാരണ പ്രോബ്ലത്തിലൊന്നും വരാത്ത ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട്. ദാറ്റ് ഈസ് ഗുഡ് വിൽ. ഓക്കെ, നമ്മളുടെ സബ്സിഡറിക്ക് ഇവിടെ ഗുഡ് വിൽ ഇൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇൻ സബ്സിഡറീസ് ബാലൻസ് ഷീറ്റ് നമുക്ക് എത്രയുണ്ട്? ഒരു ഫിഗർ വരുന്നുണ്ട്, ശരിയല്ലേ? ഗുഡ് വിൽ ഇൻ സബ്സിഡറി ബാലൻസ് ഷീറ്റ് ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എത്രയുള്ളത്? 45 lakh rupees ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗുഡ് വിൽ ഒരു ഐഡൻറ്റിഫയബിൾ അസറ്റ് ആണോ? അല്ല. നമ്മളിപ്പോൾ അക്വയർ ചെയ്യുന്ന അസറ്റ്സ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ കാണുമ്പോൾ ഗുഡ് വില്ലിൻ്റെ ഒരു വാല്യൂ ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ നെറ്റ് അസറ്റ്സ് നമ്മളുടെ ഡിഫറൻസ് ആണ്. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് നമ്മളുടെ ഡിഫറൻസ് ആണ് ഗുഡ് വിൽ വരിക. ഗുഡ് വിൽ ഒരു ഐറ്റം ഐഡൻറ്റിഫയബിൾ ആവണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ഫ്രം ഗുഡ് വിൽ എന്നാണ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പോൾ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് നെറ്റ് അസറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷൻ എടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഒന്നും അട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സബ്സിഡറിയുടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൺസോൾട്ടേഷൻ്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന നെറ്റ് അസറ്റ്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് ഗെയിൻ ഏതാണ് നമ്മൾ ഫിഗർ കണ്ടുപിടിക്കും. അവിടെ എന്തെങ്കിലും ഗുഡ് വിൽ വന്നാൽ അതേ ബാലൻസ് ഷീറ്റിലേക്ക് സബ്സിഡറിയുടെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ 45 lakhs നമ്മൾ നെറ്റ് അസറ്റ്സിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ ഏതാണ് എമൗണ്ടിനെ നമ്മൾ നെറ്റ് അസറ്റ്സിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ എന്താണ് 45 lakhs അത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റിലും ഈ പറയുന്ന 45 lakhs നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡൻറ്റിഫയബിൾ അസെറ്റ്. അപ്പോൾ നമ്മളുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് എത്ര വരും? 3 crore പ്ലസ് 1,78,50,000 മൈനസ് 14,62,500 മൈനസ് 45 lakhs എത്ര വരും? 4,18,87,500. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഏത് നെറ്റ് അസറ്റ്സിൻ്റെ ഫിഗർ വരിക. നമ്മളുടെ സജസ്റ്റ് ട്രാൻസ്ഫർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നോക്കിയാലും ഇൻസ്റ്റിറ്റ്യൂട്ട് നെറ്റ് അസറ്റ്സിൻ്റെ ഫിഗർ നമുക്കിവിടെ കണ്ടുപിടിച്ചേക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. 4,18,87,500. 3 crore ഷെയർ ക്യാപിറ്റൽ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് രണ്ടും കൂടി ഇത്രയും. അതുപോലെ തന്നെ ഏതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഗുഡ് വിൽ. ഓക്കെ, ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അവർ ഏതാണ് മെഷീനറിയുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ ഫിഗേഴ്സ് കിടക്കുന്നത്. ആൻഡ് ഏതാണ് ഗുഡ് വില്ലിന് ഫെയർ വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗുഡ് വിൽ റെഡ്യൂസ് ചെയ്തിട്ട് 4,18,87,500 അതിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ വി നീഡ് ടു കമ്പ്യൂട്ട് ദി നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, ഇങ്ങനെ അപ്പോൾ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തു, ഇതും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ,
ഇനി നമ്മൾ സാധാരണ രീതിയിൽ അടുത്തതായിട്ട് കാണാവുന്ന ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 4-ൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് വാട്ട് ഈസ് യുവർ NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ്. ആ NCI അറ്റ് അക്വിസിഷൻ ഡേറ്റും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ് കാണാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഫെയർ വാല്യൂ മെത്തേഡാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. NCI ആയിട്ട് നോക്കി, മൊത്തം നമുക്ക് 30 ലക്ഷം ഷെയർസാണുള്ളത്. ഈ 30 ലക്ഷം ഷെയർസ് ഉള്ളതിൽ നിന്ന് 15% NCIയുടെ കയ്യിലുള്ളൂ. ദാറ്റ് മീൻസ് 4,50,000 NCIയുടെ കയ്യിലുള്ളൂ. ഓരോ ഷെയറിനും എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 14 പെർ ഷെയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഏതാണ് 30 lakhs ഇൻറ്റു 15% ഇൻറ്റു 14, നമുക്ക് എത്രയാണ് 63 lakhs ആയിരിക്കും NCIയുടെ വാല്യൂ വരുന്നത് അറ്റ് അക്വിസിഷൻ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ വാല്യൂ. ഇനി നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 5 ചെയ്താൽ, സ്റ്റെപ്പ് നമ്പർ 5-ൽ എന്താ നമുക്ക് കാണേണ്ടത്? ഗുഡ്വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. ഗുഡ്വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് നമ്മൾ എടുക്കുമ്പോൾ, ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് സാധാരണ രീതിയിൽ എടുക്കുക ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആണ്. ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ബിസിനസ് കോമ്പിനേഷൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം വരുന്ന പോലെയുള്ള ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഇപ്പോൾ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വരുമ്പോൾ സാധാരണ കൺസോളിഡേഷൻ പ്രോബ്ലത്തിൽ ഡയറക്റ്റ്ലി തരുന്നതായിരുന്നു. പക്ഷേ ഇവിടെ 2 ട്രാഞ്ചസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, അക്വിസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ട്രാഞ്ചസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ബേസിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5-ൽ നമ്മൾ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 45% സ്റ്റേക്ക് അക്വയർഡിൻ്റെ കോസ്റ്റ്, ഓക്കെ, 45% സ്റ്റേക്ക് അക്വയർഡിൻ്റെ കോസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? ഇറ്റ് വാസ് 1,55,25,000. അപ്പോൾ നമ്മൾ അത് എടുക്കുവാണ് 1,55,25,000. ഇനി പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് അതിൻ്റെ വാല്യൂ എടുക്കാൻ ശരിക്കും നമുക്ക് 2 ബേസിസ് ഉണ്ട്. ഒന്ന് നമുക്ക് എന്താണ് ഫെയർ വാല്യൂ പെർ ഷെയർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 14 rupees എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് 12 lakh ഷെയർസ് ആണ്. അതിൽ 14 വെച്ചിട്ട്, ഓക്കെ, 12 lakhs ഇൻറ്റു 14 നമ്മൾ ചെയ്താൽ 1,68,00,000 നമുക്ക് കണ്ടുപിടിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ആൻസറിലൊക്കെ തന്നേക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 45% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ 1,55,25,000 ആണ് വന്നത്. അങ്ങനെയെങ്കിൽ 40% എത്ര എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടേഷൻ എടുക്കാം. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ വിൽ ബി ലോവർ. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 45% 1,55,25 ആണെങ്കിൽ 40% അതിലും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും, 1,30 സംതിങ് ആണ്ടൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എമൗണ്ട് ഡിഫറൻസ് വരാം. രണ്ടെടുത്താലും ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ബട്ട് കുറച്ചുകൂടി ഈസിയറും കുറച്ചുകൂടി നമുക്ക് അപ്രോപ്രിയേറ്റും ഫെയർ വാല്യൂ തന്നേക്കുന്നതുകൊണ്ട് അതെടുക്കുന്നതാണ്. അപ്പോൾ ഈ 1,68,00,000 1,55,25 കൂടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 3,23,25,000 ആണ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് വരിക. നമ്മളുടെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് മൊത്തം വരിക. ഇനി ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇവിടെ എടുത്തപ്പോൾ ഈ 45% സ്റ്റേക്കിൻ്റെ എമൗണ്ടും പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും ഒക്കെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് കിടക്കുന്നതാണ്. ശരിയല്ലേ? സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോൾ സബ്സിഡറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ നമ്മൾ അത് എടുക്കാതെ ബാക്കിയുള്ളതായിരുന്നു ആഡ് ചെയ്ത് വെക്കുക. പക്ഷേ ഇവിടെ എന്താണ് അങ്ങനെ തരാത്തത് കൊണ്ട് ഈ പറയുന്ന 2 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും വാല്യൂസ്, അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 3,75,00,000 കിടക്കുന്നതിൽ നമ്മളുടെ 1,55,25,000 കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ കോസ്റ്റായ 1,44,00,000 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് 2 നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അത് 2 നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പോയിട്ട് അതും ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡറിയും ആ നെറ്റ് അസറ്റ്സും ഒക്കെ ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഗുഡ്വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് ഗെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്ന ഈ 2 വാല്യൂ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പോകുന്ന 1,55,25,000 1,44,00,000 പക്ഷേ നമ്മൾ ഇവിടെ കൺസിഡറേഷൻ്റെ വർക്കിങ്ങിൽ എടുക്കുന്നത് 1,55,25,000 1,68,000 ഫെയർ വാല്യൂ ഓഫ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ആണ് എടുക്കുക. സോ അപ്പം ഗെയിൻ ആയിട്ട്
ഗെയിൻ ഓൺ റീറ്റെയിൻഡ് ഏണിങ്സിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റിൻ്റെ ആയിട്ട് റീറ്റെയിൻഡ് ഏണിങ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗെയിൻ എത്രയാണ്? 1,68 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ 1,44 lakhs പർച്ചേസ് ചെയ്തതാണ്. ഡിഫറൻസ് ഒരു 24 lakhs നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഏതാണ് നമ്മൾ ബിസിനസ് കോമ്പിനേഷനിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൺസോൾട്ടേഷനിൽ സാധാരണ വരാറുള്ളതല്ലായിരുന്നു. അപ്പോൾ ഇതും ലാസ്റ്റ് റിസർവിൻ്റെ ബാലൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഫിഗർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അങ്ങനെ പ്രീവിയസ്ലി ഹെൽഡ് നമ്മളുടെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ കൂടെ ആഡ് NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ്. NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാം? നമുക്ക് 63 lakhs ആണ്. ഓക്കെ, NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ് 63 lakh ആണ്. അപ്പോൾ 63 lakh ആഡ് ചെയ്തപ്പം 3,86,25,000 ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ടേക്കൺ ഓവർ. ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ടേക്കൺ ഓവർ നമ്മൾ കുറച്ചാൽ എത്രയാം? ഇറ്റ് ഈസ് 4,18,87,500 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മളുടേതാണ് നെറ്റ് അസറ്റ് വാല്യൂ ആണ് കൂടുതൽ. ഓക്കെ, ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷനും NCIയും കൂടി കൂട്ടുന്ന എമൗണ്ട് കുറവാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്, ഗുഡ് വിൽ അല്ല, കൺസിഡറേഷൻ അല്ല കൂടുതൽ, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് കാണിക്കുക. ഈ ഫിഗറിനെ നമ്മൾ കാണിക്കുക. അപ്പം 4,18,87,500 ഇതിൽ നിന്ന് കുറച്ചാൽ എത്രയാണ്? 32,62,500 നമുക്ക് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസർ നോക്കിയാൽ നമ്മുടെ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആയിട്ട് നമുക്ക് വരിക 32,62,500 ആണ്. സോ ദിസ് ഇസ് ഹൗ ദിസ് ഫിഗർ ഈസ് അറൈവ്ഡ് അറ്റ്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ നോക്കേണ്ട സംഭവം, എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് റിസർവ്സും മൈനോറിറ്റി ഇൻട്രസ്റ്റും എത്ര പോകണം? അതാണ് നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 5. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 6. അപ്പം അതർ ഇക്വിറ്റി ആൻഡ് NCI അറ്റ് കൺസോളിഡേഷൻ ഡേറ്റിൽ എത്രയാണ് ബാലൻസ്? നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഫിഗർ എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിവൈസ്ഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് തേർഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റായിട്ട് ഇൻ സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ കണ്ടത് എത്രയായിരുന്നു? നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റായിട്ട് 46,50,000 ആണ് കണ്ടത്. ശരിയല്ലേ? 46,50,000 ആണ് കണ്ടത്. ഇനി അൺറിയലൈസ് പ്രോഫിറ്റ് ഓൺ അപ്സ്ട്രീം ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ് വിൽ ഇമ്പയർമെൻറ്റ് വേറെ NCI മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂവോ അല്ലെങ്കിൽ നമ്മളുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റിവേഴ്സലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് അല്ല, അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരാം. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ റിവേഴ്സലായിട്ട് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഒരു ഡിപ്രീസിയേഷൻ സേവിങ്സ് ഉണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ സേവിങ്സ് ഉണ്ട്. നമ്മളുടെ ഓവർ വാല്യുവേഷൻ്റെ എമൗണ്ട് 15 lakhs ആയിരുന്നു. അതിൻ്റെ 10% ആണ് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ സാധാരണ രീതിയിൽ അസറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതോട് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ ഉള്ളത്. പക്ഷേ ഓവർ വാല്യുവേഷൻ്റെ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1st January മുതൽ March 31 വരെ ഒരു 3 മാസത്തെ ഡിപ്രീസിയേഷൻ സേവിങ്സ് വരും. അപ്പോൾ 15 lakhs ഇൻറ്റു 10% ഇൻറ്റു 3/12 എത്ര വരും? നമുക്കൊരു 37,500 കൂടി അഡീഷണൽ വരും. അങ്ങനെ 46,87,500 ആയിരിക്കും നമ്മളുടെ റിവൈസ്ഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇതും കൂടി ഒന്ന് അഡ്ജസ്റ്റഡ് ആകും. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യും ഫെയർ വാല്യൂ ഇൻക്രീസ് ആണെങ്കിൽ. അതുപോലെ ഇവിടെ ഒരു ഡിപ്രീസിയേഷൻ സേവിങ്സ് ഉണ്ട് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റിവേഴ്സലായിട്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അഡീഷണലി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. സബ്സിഡറിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്യണമെന്നായിരുന്നു. സബ്സിഡറിയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നോക്കിയപ്പോൾ മൊത്തം 60 lakhs നമുക്കുണ്ടായിരുന്നു. ശരിയല്ലേ? മൊത്തം 60 lakhs ഉണ്ടായിരുന്നു. അതിൽ നിന്ന്
പാരൻ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത് എത്രയാണ്? ഹെൽഡ് ബൈ പാരൻ്റ് നോക്കുവാണെങ്കിൽ നമ്മളൊരു 22,50,000 നോമിനൽ വാല്യൂ ഉള്ളതാണ്. ബട്ട് അതിൻ്റെ കോസ്റ്റായിട്ട് അവർ മുടക്കിയിരിക്കുന്ന എമൗണ്ടിനെ കുറിച്ച് പറയുന്നത് 54 lakh ആണ്. ഇത്രയും ഷെയർ വാങ്ങാൻ വേണ്ടി കോസ്റ്റായിട്ട് 54 lakhs ആണ് മുടക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇതിൻ്റെ അക്വിസിഷനിൽ ഒരു ലോസ് ഉണ്ട്. ഓക്കെ, ലോസ് ഓൺ പ്രിഫറൻസ് ഷെയർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക്, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കാണ് ചെയ്യേണ്ടത്. 22,50,000 54 lakhs നമ്മളുടെ ഡിഫറൻസ് ഒരു 31,50,000 നമുക്കൊരു ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇനി ബാക്കി ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിൻ്റെ കോമ്പണൻറ്റ് നമുക്ക് 37,50,000 ഉണ്ട്. ഇതിനെ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുമുണ്ട്. ഇതാണ് പ്രിഫറൻസ് ഷെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇതുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ കൺസോളിഡേറ്റഡ് റിസർവ് ബാലൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ. ഇനി അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഡിപ്രീസിയേഷൻ സേവിങ്സ് ഒരു 37,500 ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ സേവിങ്സ് 37,500 ഉള്ളതിൻ്റെ ഇഫക്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുക്കണം. മെഷീനറിയിൽ 14,62,500 ആദ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ സേവിങ്സ് ആയിട്ട് ഒരു 37,500 വന്നിട്ട് നെറ്റ് ഇഫക്റ്റിൽ 14,25,000 ഓവർ വാല്യുവേഷൻ ഇനി റിവേഴ്സ് ചെയ്യാനായിട്ട് നിൽപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ഉള്ളത്. നമുക്ക് 15 lakhs ആയിരുന്നു, 6 months ഡിപ്രീസിയേഷൻ 10% വരുമ്പോൾ 75 റിവേഴ്സൽ. ഓക്കെ, ഇത് രണ്ടും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിഗർ 14,25,000 വന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതർ ഇക്വിറ്റി ആൻഡ് NCIയുടെ വർക്കിംഗ് ആണ്. അപ്പോൾ അതർ ഇക്വിറ്റി ആൻഡ് NCIയുടെ വർക്കിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ഫീൽഡ് വേണം? ഒരു പെർട്ടിക്കുലേഴ്സ് കോളം വേണം. ഇനി നമുക്ക് ജനറൽ റിസർവിന് ഒരു കോളം വേണം. റീറ്റെയിൻഡ് ഏർണിങ്സിന് ഒരു കോളം വേണം. അതുകൂടാതെ ക്യാപിറ്റൽ റിസർവായിട്ടാണ് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിനൊരു കോളം വേണം. അങ്ങനെ ടോട്ടൽ അതർ ഇക്വിറ്റി നമ്മൾ എഴുതും. ഈ ടോട്ടൽ അതർ ഇക്വിറ്റി എഴുതി കഴിഞ്ഞ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണിക്കാൻ അതിനും നമ്മളൊരു കോളം ഇടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് ഓഫ് പാരൻറ്റിൽ നിന്ന് തുടങ്ങും. ബാലൻസ് ഓഫ് പാരൻറ്റ് എത്രയാണോ ആ ഫിഗറിൽ നിന്ന് തുടങ്ങും. പാരൻറ്റിന് എത്രയൊക്കെയാണ് റിസർവ് ബാലൻസ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ജനറൽ റിസർവിന് 1,20,20 lakhs. റീറ്റെയിൻഡ് ഏർണിങ്സിന് 1,95,00,000. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് 3,15,00,000 അല്ലേ? കൺഫേം ചെയ്തേക്കാം, 3,15,00,000. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഫിഗറായിട്ട് മുകളിലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നമ്മൾ ഇവിടെ എടുത്തെഴുതുവാണ്. NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു NCIയുടെ വാല്യൂ അക്വിസിഷൻ ഡേറ്റിലുള്ളത്? നമുക്ക് 63 lakhs ആയിരുന്നു, ശരിയല്ലേ? 63 lakhs ആയിരുന്നു. അപ്പോൾ NCI അറ്റ് അക്വിസിഷൻ ഡേറ്റ് 63 lakhs നമ്മൾ എടുക്കുന്നു. ഇനി ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് സാധാരണ രീതിയിൽ നമുക്ക് ഗുഡ് വിൽ വരാം. ഇവിടെ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. അതിൻ്റെ ഫിഗറായിട്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് എത്ര കൊണ്ടുപോകണം? 32,62,500. 32,62,500. ഓക്കെ, 32,62,500 ഇതാണ് കൊണ്ടുപോകേണ്ടത്. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരണം എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റിൻ്റെ 24 lakh ഗെയിൻ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഗെയിൻ ഓൺ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിയാൽ എത്രയാണ്? റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ഒരു 24 lakhs നമ്മൾ കൊണ്ടുപോകും. 24 lakhs അപ്പോൾ ടോട്ടലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ സാധാരണ വരാത്ത രീതിയിൽ ഈ ലോസ് ഓൺ പ്രിഫറൻസ് ഷെയർ 31,50,000 ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ലോസ് ഓൺ പ്രിഫറൻസ് ഷെയർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എത്രയാണ്? നമുക്കൊരു 31,50,000 നമുക്ക് കുറയ്ക്കാനായിട്ടുണ്ട്. ഒരു 31,50,000 നമുക്ക് കുറയ്ക്കാനായിട്ടുണ്ട്.
ഓക്കെ. ഇനി ഇത് കൂടാതെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു 37,50,000 എൻ സി യിലേക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഔട്ട്സൈഡ് പ്രിഫറൻസ് ഷെയർസ് ഇൻ സബ്സിഡറി ആയിട്ട് എത്രയാണ്, നമുക്കൊരു എൻ സി ഐയിലേക്ക് 37,50,000 ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയുണ്ട്, നമ്മളുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലുണ്ട്. ഇനി നമ്മളുടെ റിവൈസ്ഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആയ 46,87,500 കൂടി ഒന്ന് വീതിച്ചു കൊടുക്കണം. ഓക്കെ. അതാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യുവാണ്. എത്രയായിരുന്നു, 46,87,500. അത് 85:15. നമ്മുടെ ജനറൽ റിസർവും റീറ്റെയിൻ ഏർണിങ്സ് രണ്ടും ഫ്രീ റിസർവ് ആയതുകൊണ്ട് ഏതിലേക്ക് അതിൻ്റെ ഫിഗർ പോയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ 46,87,500 ഇൻറ്റു 85%, നമ്മളുടെ പാരൻറ്റിലേക്ക് എത്ര പോകും, 39,84,375. 39,84,375. ഇനി ബാക്കി നമ്മളുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് 7,03,125. ഇതായിരിക്കും നമ്മളുടെ ഫിഗേഴ്സ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ജനറൽ റിസർവ് 1,20,00,000. ഓക്കെ. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് 1,95,00,000 നിന്ന് അതിൻ്റെ കൂടെ പ്ലസ് 24 lakhs ഗെയിൻ ഓൺ അതാണ് നമ്മുടെ പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ്. പ്രിഫറൻസ് ഷെയറിൻ്റെ ഒരു 31,50,000 കുറച്ചു, പ്ലസ് ഒരു 39,84,375 ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ചേർത്തിട്ട് 2,27,34,375. ഇതാണ് നമ്മളുടെ ബാലൻസ് വരിക. ക്യാപിറ്റൽ റിസർവ് 32,62,500 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ, ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ്, 32,62,500 കൂടി കൂട്ടിയാൽ നമുക്ക് 3,79,96,875 ആയിരിക്കും ടോട്ടൽ അതർ ഇക്വിറ്റി. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 63 lakh പ്ലസ് 37,50,000 പ്ലസ് 7,03,125 എത്രയാണ്, 1,07,53,125 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസർ നോക്കിയാൽ നമ്മളുടെ ഏതാണ് അതർ ഇക്വിറ്റി 3,79,96,875. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 1,07,53,125. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പി പിയുടെ 6,83,00,000 എത്രയാണ്, 75,000 ആണ് വന്നേക്കുന്നത്. അതെങ്ങനെയാണ്, നമുക്കിവിടെ നമ്മളുടെ നെറ്റ് അസറ്റ്സ്, നമ്മളുടെ ഇവിടെ നോട്ട് സ്റ്റോക്ക് അക്കൗണ്ട്സ് നമ്മൾ നോക്കിയാൽ മിഷനറിയുടെ വാല്യൂ എങ്ങനെയാണ്, 2,10,00,000 പ്ലസ് 1,35,00,000 മൈനസ് 14,62,500 പ്ലസ് 37,500 നമുക്ക് എത്രയാണ്, 3,30,75,000 ആയിരിക്കും ഇത് മിഷനറി. ഇനി 2,40,00,000 പ്ലസ് 1,13,00,000 ആണ് നമ്മളുടെ ഫർണിച്ചർ. അങ്ങനെ 3,53,00,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയുണ്ട്, 6,83,75,000. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളുടെ 6,83,75,000. ഇനി ഇവിടെ ശരിക്കും ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ല വരിക, ഗുഡ് വിൽ എന്ന് പറഞ്ഞാണ് ഇത് എഴുതേണ്ടത്. കാരണം ആസ് പെർ ഷെഡ്യൂൾ 3 ഗുഡ് വില്ലും അതർ ഇൻടാഞ്ചിബിൾ അസറ്റും സെപ്പറേറ്റ് ആണ് ഇൻഡേസിൽ. ഓക്കെ. അപ്പോൾ അതിൽ 75 ആയിരുന്നു പാരൻറ്റിൻ്റെ, 45 സബ്സിഡറി ഉണ്ടായിരുന്നു. അത് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇവിടെ നമ്മൾ ചെയ്തില്ലായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് 75 lakhs ഇവിടെ വരുള്ളൂ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 89,75,000 ആണ്. 89,75,000 നോക്കിയേ, നമുക്ക് 3,75,00,000 ഉണ്ടായിരുന്നു പാരൻറ്റിൻ്റെ, പ്ലസ് 68 lakh ഉണ്ടായിരുന്നു സബ്സിഡറിയുടെ. ഓക്കെ. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 crore അതിൽ നിന്ന് മൈനസ് 1,55,25,000 നമ്മൾ ഏതാണ് 45% സ്റ്റേക്കിൻ്റെയും 1,44,00,000 നമ്മൾ 40% സ്റ്റേക്കിൻ്റെയും റെഡ്യൂസ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി റെഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു 54 lakhs സബ്സിഡറിയിലുള്ള പ്രിഫറൻസ് ഷെയറിൻ്റെ ഉണ്ട്. അതിൻ്റെ 54 lakhs കൂടി നമ്മൾ ആ പ്രിഫറൻസ് ഷെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പം കുറച്ചു. അങ്ങനെയാണ് നമ്മളുടെ ഫിഗർ എത്രയിൽ വന്നിരിക്കുന്നത്, 89,75,000 വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി ഇൻവെൻട്രീസ് ജസ്റ്റ് രണ്ടും കൂടി കൂടിയിട്ട് 75 1,50,00,000 ആണ്. ട്രേഡ് റിസീവബിൾ 2,26 ആണ്. അതെങ്ങനെയാണ് വന്നേക്കുന്നത്, ട്രേഡ് റിസീവബിളിൽ 1,06,000
1,20,00,000 കൂടി ചേർത്ത് 2,26,00,000 വന്നു. ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് നിൽ വന്നു. അങ്ങനെയാണ് 2,26,00,000 വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. 2,20,00,000. ഓക്കെ, 2,20,00,000 ജസ്റ്റ് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഇങ്ങനെയല്ല ശരിക്കും കൊടുക്കേണ്ടത്. ഷെയർ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ എങ്ങനെ വേണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തേക്കുന്ന പോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 6 crore ഇൻസ്ട്രുമെൻറ്റ്സ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി നേച്ചർ എന്ന് പറഞ്ഞാൽ 1,20,00,000 സെപ്പറേറ്റ്ലി കൊടുക്കണം ആസ് പെർ ഷെഡ്യൂൾ 3. ഇനി അതർ ഇക്വിറ്റി NCA നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ, ബാങ്ക് ഓഡിയുടെ വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ട്രേഡ് പേയബിൾ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഈ പറയുന്ന രണ്ടിൻ്റെയും ട്രേഡ് പേയബിളിൻ്റെ വാല്യൂസ് എടുത്തു. 90 + 69 എത്രയാണ്? നമുക്ക് 1,59,00,000 ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ബിൽസ് പേയബിൾ ഒരു 3 lakhs ഉണ്ട്. രണ്ടും കൂടി ചേർത്ത് 1,62,00,000. ഓക്കെ, അപ്പോൾ അതാണ് ഈ 1,62,00,000 വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ബാലൻസ് ഷീറ്റ് വിൽ ഗെറ്റ് ടാലിഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞ സെപ്റ്റംബർ 25 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് ഷെയർ വരുമ്പോൾ പ്രിഫറൻസ് ഷെയർ പാരൻറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതും നോമിനൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യുക. സെക്കൻഡ്ലി ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് ഇക്വിറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തെങ്കിൽ ചെയ്യേണ്ടത്. ഇനി പ്രിഫറൻസ് ഷെയർ ലയബിലിറ്റി ആയിട്ടാണെങ്കിൽ ഒരു മ്യൂച്വൽ ഓവിങ്സ് പോലെ തന്നെ ഓഫ്സെറ്റ് ചെയ്യുക, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ അവിടെയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ലോസിലേക്ക് പോകും. പക്ഷേ ഇതാണ് ഡിഫറൻസ് ഉള്ള എമൗണ്ട് നമ്മളുടെ ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്തേക്കുന്നത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലല്ല, ബോറോവിങ്സിലായിരിക്കും പോയി കിടക്കുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. വോട്ട് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ആസ് പെർ ഇൻഡ് AS 32 അത് നമ്മൾ നോക്കണം. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിനകത്ത് പ്രിഫറൻസ് ഷെയർസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വന്നാൽ ഇൻസ്ട്രുമെൻറ്റ്സ് എൻറ്റയർലി ഇൻ ഇക്വിറ്റി നേച്ചർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി ഇക്വിറ്റിക്കുള്ളിൽ കാണിക്കാനാണ് ഷെഡ്യൂൾ 3യുടെ ഗൈഡൻസ് നോട്ട് ICLയുടെ ഗൈഡൻസ് നോട്ടിൽ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യണം. പിന്നെ ഇവിടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് അക്വിസിഷൻ ഡേറ്റിലുള്ള എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 October ഫിഗറിൽ നിന്ന് ഒരു 3 months ഡിപ്രീസിയേഷൻ സേവിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കൊണ്ടുവരണം. പിന്നെ ഗുഡ് സബ്സിഡറിക്ക് തന്നിരിക്കുന്ന നെറ്റ് അസറ്റ്സ് വരുമ്പം അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നെറ്റ് അസറ്റ്സിൻ്റെ ഫിഗർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ആസ്പെക്ട് മെയിനായിട്ടുള്ളത്. പിന്നെ പ്രീ അക്വിസിഷൻ ഡിവിഡൻറ്റ് അത് കുറച്ചിട്ടേ കറണ്ട് ഇയർ പ്രോഫിറ്റ് നമ്മൾ അറൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്കുള്ള സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനും കൂടി ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. വി ക്യാൻ ഡു ദോസ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ഓക്കെ, താങ്ക് യു.